എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു 18,000 നമ്മുടെ റാബി ഈ പൊട്ട കുതിരയിലും കൂടെ കെട്ടിയിരുന്നു. അതിന്റെ കാര്യം ഇവർക്ക് ഓർമ്മ വരാം. അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇവർക്ക് 1 മില്യൺ കിട്ടും. 1 മില്യൺ ഇവർ ജയിച്ചിട്ടുണ്ട്. അത് മതിയല്ലോ. അങ്ങനെ സന്തോഷത്തോടെ 1 മില്യൺ ക്യാഷും വാങ്ങിയിട്ട് ഇവർ തിരികെ വരികയാണ്. എന്നാൽ റാബി അയാളെ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ ആശുപത്രിക്കാർ വന്നിട്ടുണ്ടാവും. പുള്ളി ചത്തോന്നറിയാൻ പാടില്ല. എന്തായാലും അവിടെ അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഇവിടെ അമ്മച്ചിക്ക് ഈ ബോഡി, ഈ സിന്തറ്റിക് ബോഡി വീടിനകത്ത് സൂക്ഷിക്കാൻ പേടി. അവരെങ്ങനെയെങ്കിലും ഈ സാധനം കൊണ്ടുപോയി വലിച്ചെറിയാന്നും പറഞ്ഞിട്ട് ബെഡ്ഷീറ്റിൽ കെട്ടി കളയാൻ വേണ്ടി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വലിച്ച് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴത്തേക്ക് ഇടാൻ നോക്കുമ്പോഴാണ് ഈ അന്റോണിയോടെ ചിരിയും മുഖവും ചുണ്ടൊക്കെ കണ്ട് ചേച്ചിക്ക് ഇത്തിരി ആഗ്രഹം വരുന്നു. എന്നാൽ പിന്നെ ഒരു ഉമ്മ കൊടുത്ത് നോക്കാന്നും പറഞ്ഞ് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. രസായി. പിന്നെന്ത് സംഭവിച്ചാണാവോ. എന്തായാലും ഇവിടെ ഹീറോയ്ക്കും ചേട്ടനും കൂടെ 1 മില്യൺ പണം കിട്ടിയിട്ടുണ്ട്. അത് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കാം. അത് എണ്ണി തിട്ടപ്പെടുത്തുന്ന സമയത്താണ് ഹീറോ തന്റെയും ചേട്ടന്റെയും അച്ഛന്റെയും ചെറുപ്പത്തിലെ ഫോട്ടോ കാണുന്നത്. അച്ഛൻ മരണപ്പെട്ടു. അച്ഛൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഹീറോയ്ക്ക്. പഴയ ഓർമ്മകളൊക്കെ ഓർത്തിരിക്കുമ്പോൾ ചേട്ടച്ചാര് വന്നിട്ട് പറയും, എന്നെക്കാളേറെ അച്ഛന് നിന്നെയായിരുന്നു ഇഷ്ടം. ഞങ്ങൾ എല്ലാവരും നിന്നിൽ അഭിമാനിക്കുന്നുണ്ട്. ഈ സമൂഹം ബഹുമാനിക്കുന്ന ഒരു വലിയ മനുഷ്യനായിട്ട് മാറി നീ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവരുടെ ഗ്യാരേജിലേക്ക് ആരോ വന്നിട്ടുണ്ട്. ഷട്ടറി മുട്ടുന്നുണ്ടാവും. ചേട്ടൻ ചെന്ന് കതക് തുറക്കുന്നു. തുറന്നുടനെ ഈ മൊട്ട, മറ്റേ ദാവൂദിന്റെ മൊട്ട തോക്കും കാണിച്ച് ചേട്ടനെ പിടിച്ചോണ്ട് വരും. നേരെ ഇവരെ മുറിയിലേക്ക് വന്ന് രണ്ടുപേരെയും തോക്ക് ചൂണ്ടി ഇതിലാരാടാ ഡോവി ഡയമണ്ട് എന്ന് ചോദിക്കുകയാണ്. ചേട്ടൻ പറയും, ഞാൻ തന്നെയാണ് ഡോവി, നിനക്ക് മനസ്സിലായില്ലേ? അയാളുടെ മൂക്കിനിട്ടൊരു കുത്തു കൊടുത്തു. അപ്പൊ ഹീറോ, ഞാൻ ജസ്റ്റിൻ ഡയമണ്ട് ആണ്, മെഡിക്കൽ എയ്ഡ് ബ്രോക്കറാ, നൈസ് ടു മീറ്റ് യു. എന്നോട് നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ. മുട്ട പറയും, ഒരുത്തനിപ്പോൾ വാ തുറന്നു പോകരുത്, വായടച്ചിരിക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങൾ എന്തിനാണ് വോൾസി ഫെറാറിയുടെ ഡോട്ടറെ കൊല്ലാൻ ശ്രമിച്ചത്? എന്താണ് അതിനുള്ള മോട്ടിവേഷൻ? ചേട്ടൻ ഞെട്ടിപ്പോവും. ഫെറാറിയുടെ ഡോട്ടറോ? എന്റെ ദൈവമേ, അവൻ മാഫിയക്കാരനല്ലേ? അവന്റെ മോളെയാണോ അവർ അറ്റാക്ക് ചെയ്ത്? ഇത് പറയുമ്പോഴേക്കും അടുത്ത അടിയും കൂടി കിട്ടിക്കഴിഞ്ഞു. ചേട്ടൻ പറയും, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ. എന്റെ അനിയനൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു, ശല്യക്കാരിയാ. അവളെ പേടിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പം ആള് മാറി തന്റെ മുതലാളിയുടെ മോളെയാണ് അവന്മാർ അറ്റാക്ക് ചെയ്തത്. ക്ഷമിക്കൂ. വീണ്ടും ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. സത്യം പറയടാ, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് എന്റെ ബോസിന് കൊടുക്കാനുള്ളത്? ആരാണ് ഈ മിഷൻ നിങ്ങളെ ഏൽപ്പിച്ചത്? സത്യം പറ. ഇവര് പറയുന്നത് ഈ മുട്ട വിശ്വസിച്ചിട്ടില്ല. സോ മുട്ടയുടെ വഴി തന്നെ പോകാന്ന് പറഞ്ഞിട്ട് ചേട്ടച്ചാര് പുള്ളി ഒരു വാള് സൈഡിൽ ഇരിക്കുന്ന കാണും. അതെടുക്കാൻ വേണ്ടി പുള്ളിക്കാരനൊരു നുണ പറയാ. അതെ, തന്റെ മുതലാളിക്ക് ഒരു ഭീഷണി മെസ്സേജ് കൊടുക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. അത് എന്റെ ബോസ് ഞങ്ങളെ ഏൽപ്പിച്ച ജോലിയാണ്. ഹീറോ ഞെട്ടും. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇനിയൊന്നും മറച്ചു വെക്കാനില്ല. ആ ഡ്രോയറിനകത്ത് ഒരു എൻവലപ്പില്ലേ, അതെടുത്ത് ഈ മുട്ടയുടെ കൈ കൊടുക്കുക. നമ്മുടെ ബോസിന് എന്താണ് പറയാനുള്ളതെന്ന് അവൻ കേൾക്കട്ടെ. എൻവലപ്പില് മെസ്സേജോ? നീ എന്താടാ പറയുന്നത്? ഇവര് പറയും സത്യമാണ് എന്നത് കാണുകയും ആ ഡ്രോയറിലുണ്ട്, ടോപ്പ് ഡ്രോയറിൽ. തുറന്നു നോക്കാൻ പറയും ചേട്ടൻ. എന്നിട്ട് ചേട്ടൻ അനിയന് കണ്ണ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ വാളെടുക്കടാ എന്ന് പറഞ്ഞു. അനിയനെടുക്കില്ല, പോയി പണി നോക്കടാന്ന് പറയും. ഈ മുട്ട എൻവലപ്പ് എടുത്തിട്ട് ഞാനിത് കടിച്ചു കീറി തുറക്കാൻ പോകുന്നു. ഇതിനകത്ത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും കൊല്ലുടാന്നും പറഞ്ഞ് അവൻ കടിക്കാൻ നേരം വാളെടുക്കടാ എന്ന് ചേട്ടൻ വിളിച്ചു പറയുന്നുണ്ട്. ഹീറോ വാളെടുത്ത് കൊടുക്കാൻ അവന്റെ ചേട്ടച്ചാർക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ഈ മുട്ട ഇടയിൽ കൂടെ കൈയിട്ട് അതിന്റെ വെട്ടേറ്റു വാങ്ങി. വെട്ട് കിട്ടിയിട്ട് അവൻ വീണിട്ടില്ല. അനിയനെ ഇടിച്ചിട്ടിട്ട് ചേട്ടനെയും ഒരു ഹെൽമെറ്റ് കൊണ്ട് മണ്ടക്കടിക്കും. ചേട്ടനെ കൊല്ലാൻ നോക്കുമ്പോഴാണ് ഹീറോ തോക്ക് ചൂണ്ടിയിട്ട്, അവൻ തന്നെ ആ മുട്ട തന്നെ കൊണ്ടുവന്ന തോക്ക് ചൂണ്ടിയിട്ട്, എന്റെ ചേട്ടനെ വെറുതെ വിട്ടേക്ക്, ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ, മിണ്ടാതെ ഇറങ്ങിപ്പോക്കോ, അല്ലെങ്കിൽ ഞാൻ കൊന്നുകളയോടാന്ന് പറഞ്ഞ് തോക്ക് ചൂണ്ടുന്നു. അവന്റെ കൈ വിറയ്ക്കുന്ന കണ്ടിട്ട് എന്നെ മുട്ടയ്ക്ക് മനസ്സിലായി ഇവൻ ഇതിനു മുന്നേ തോക്ക് പിടിച്ചിട്ടില്ലെന്ന്. നിനക്കറിയില്ല കുഞ്ഞെ, ആ തോക്ക് ഇങ്ങോട്ട് തന്നേക്ക്, വെറുതെ പരിക്കുണ്ടാക്കാൻ ശ്രമിക്കണ്ട. ഹീറോ, ഞാൻ തരില്ലടാ നിനക്ക്. എനിക്ക് വെടിവെക്കാൻ അറിഞ്ഞില്ലെങ്കിൽ എന്താ, നിന്റെ തലക്കിടിക്കടാന്ന് പറഞ്ഞിട്ട് ഹീറോ ആ തോക്ക് കൊണ്ട് അവന്റെ തലക്കിടിക്കും. പക്ഷെ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ആ ഇടി കൊണ്ട് തോക്ക് പൊട്ടി, തലക്കിട്ടെന്നെ ഉണ്ട പൊട്ടി അവൻ ചത്തുപോയി. ഇവൻ വാ പൊളിച്ച് കരയാണ്. ചേട്ടച്ചാര് പറയും, നന്നായിട്ടുണ്ട് മോനെ, നീ വീണ്ടും ഒരു നല്ല കാര്യം ചെയ്തു. എന്തായാലും ആള് തട്ടിപ്പോയി. കുറച്ച് കഴിയുമ്പം ഇവൻ ആരാന്നറിയാൻ വേണ്ടി ഇവര് പേഴ്സ് തുറന്നു നോക്കുകയാണ്. ഒരു കാർഡിന്റെ ഭാഗത്ത് ഫക്യൂ എന്ന് എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ കാർഡിലും ഫക്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. അകത്ത് നോക്കുമ്പം അകത്തും ഫക്യൂ എന്ന് എഴുതിയിരിക്കുക. പോരാത്തതിന് $100 ഉള്ളൂ, അതിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നല്ല തമാശക്കാരൻ എന്തായാലും. ഇനിയിപ്പോൾ നമുക്ക് ഇവൻ എന്താ ചെയ്യുക? ഹീറോ ആണെങ്കിൽ കരഞ്ഞിട്ട്, ഞാനൊരാളെ കൊന്നു, എന്താ ഇങ്ങനെ സംഭവിച്ച്? ചേട്ടൻ പറയും, ആദ്യമായിട്ട് ഒരാളെ കൊല്ലുമ്പോൾ വിഷമമൊക്കെ ഉണ്ടാവും. അപ്പൊ നീ ഇതിനു മുമ്പ് ആളെ കൊന്നിട്ടുണ്ടോ? ഇല്ല, ഞാനും കൊന്നിട്ടില്ല. എന്നാൽ എനിക്ക് ആ ഫീലിങ്സ് മനസ്സിലാക്കാം. ആദ്യമായിട്ട് എന്ത് ചെയ്യുമ്പോഴും ഒരു വിഷമവും പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ, അതാണത്. ഇതും പറഞ്ഞ് ചേട്ടൻ ആ ബോഡി വെട്ടി പീസാക്കാൻ നോക്കുകയാണ്. അയ്യോ, നീ എന്താടാ കാണിക്കുന്നത്? ഈ ബോഡി ഇങ്ങനെ വെട്ടി പീസാക്കാൻ നോക്കുകയാണോ നീ? നിനക്ക് മനസാക്ഷിയുണ്ടോ? നമ്മുടെ കൈവിട്ടു പോയെല്ലാം. ഒരാളങ്ങനെ കൊന്നുകളയാൻ പാടില്ല. നമുക്ക് പോലീസിനെ വിളിച്ച് അവരോട് ഇതെല്ലാം പറയാം. ചേട്ടൻ പറയും, നിനക്ക് പ്രാന്താണോ? നീ അവന്റെ മോന്തയിലാണ് വെടിവെച്ച് അവനെ കൊന്നിരിക്കുന്നത്. ഇതൊക്കെ പോലീസിനോട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാ, അകത്ത് പോയി കിടക്കും. അതിലും ഭേദം ഈ കത്തിയും കൊണ്ടൊരു 7-8 പീസാക്കി എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു മൂടുക, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഹീറോ സമ്മതിക്കില്ല. അവൻ തടയ ചേട്ടനെ. കത്തിയും കൊണ്ട് വെട്ടി പീസാക്കലൊന്നും നടക്കില്ല, അത് നിന്റെ ഓഫീസിൽ വെച്ച്. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നമുക്ക്
വേറെന്തെങ്കിലും ചെയ്യാം, വലിയൊരു കുഴിയെടുത്ത് കുഴിച്ചു മൂടെങ്കിലും ചെയ്യാം, ഇങ്ങനെ പീസാക്കല്ലേ. ചേട്ടൻ കുറച്ചു നേരം ആലോചിക്കും. ഇനിയിപ്പോൾ പീസാക്കണ്ടെന്ന് നിർബന്ധമാണെങ്കിൽ മറ്റൊരു വഴിയുണ്ട്, വായോന്നും പറഞ്ഞ് ഇവർ ആ ബോഡി എടുത്തൊരു പോർട്ടിലേക്ക് വരുന്നു. അവിടെ ഒരു ബോട്ടുണ്ട്. ചേട്ടച്ചാര അമ്മയുടെ പേരിൽ വാങ്ങിച്ചൊരു ബോട്ട്. അമ്മയുടെ പേരിലുള്ള ബോട്ടി വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യണം, വേറെ വഴിയില്ല, വായോ പുറംകടലിലേക്ക് പോകാമെന്നും പറഞ്ഞ് ഇവർ ആ ബോഡിയും കയറ്റി ബോട്ടും എടുത്ത് പുറംകടലിലേക്ക് ചെല്ലുന്നു. ഹീറോയുടെ കയ്യിൽ അപ്പോഴും ബാഗ് നിറച്ച് പണമുണ്ട്, അവൾക്ക് കൊടുക്കാനുള്ള പണം. അതും വെച്ച് അവൻ കാത്തിരിക്കുന്നു. ചേട്ടച്ചാരി ബോഡി കടലിൽ എറിയാൻ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. കല്ലെടുത്തിട്ടില്ല. ഭാരം കൊണ്ട് ഈ ബോഡി അടിയിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള കല്ലെടുത്തിട്ടില്ല. വേറെ എന്തെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അകത്തേക്ക് ചെല്ലും, അനിയനോട് അയാളുടെ കാല് കെട്ടാൻ പറഞ്ഞിട്ട്. ആ സമയത്താണ് ഈ മുട്ടയുടെ കൈകൾ അനങ്ങുന്ന കാണുക. ഈ മണ്ടന്മാര് കണ്ടിട്ടില്ല, ഇവരെ വിചാരം ആള് ചത്തുന്ന. എന്തായാലും ഇപ്പൊ കാല് കെട്ടിയിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് കിട്ടിയൊരു ഇരുമ്പിന്റെ പീസും കൊണ്ടുവന്നിട്ട് ഇത് മതിയാകും, ഇതോടെ കൂടെ വലിച്ചെറിയാന്നും പറഞ്ഞ് ഇയാളെ ഇരുമ്പിന്റെ പീസ് വലിച്ചെറിയും. അതിനോടൊപ്പം തന്നെ ബോഡിയും വെള്ളത്തിലേക്ക് വീഴുന്നു. പക്ഷെ ഇത് പൂർണ്ണമായിട്ട് വീഴുന്നതിന് മുന്നേ ബോധം വന്ന മുട്ട ഹീറോയുടെ ബാഗിൽ കയറി പിടിക്കും. ആ ബാഗ് ഹീറോയുടെ കഴുത്തി കുരുങ്ങി കിടക്കുക. കഴുത്തോടെ ചേർത്ത് മുട്ട അവനെ വെള്ളത്തിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നു. ഭാഗ്യത്തിന് ചേട്ടൻ ഒരു പിടുത്തം കൊടുക്കുന്നുണ്ട് കാലിലേക്ക്. ചേട്ടൻ അനിയനെ വിട്ടുകൊടുക്കില്ല. എന്നാൽ മുട്ടയും പിടിവിടുന്നില്ല. അവസാനം കഴുത്ത് കുരുങ്ങി ചാവൂന്നാകുമ്പോൾ ചേട്ടച്ചാര് ആദ്യം പിടിവിട്ട് രണ്ടാമത് കൈ കൊടുത്ത് പിടിച്ച് അനിയനെ രക്ഷപ്പെടുത്തി. പക്ഷെ മുട്ട വെള്ളത്തിലേക്ക് വീണു. പുറകെ തന്നെ ചേട്ടച്ചാര് വെള്ളത്തിലേക്ക് ഷൂട്ട് ചെയ്ത് മുട്ടനെ കൊല്ലുന്നുണ്ട്. എന്താ പറ്റിയെന്നറിയില്ല. ഇപ്പൊ മുട്ടയും പോയി, ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പണവും പോയി. ആ ബാഗ് നിറച്ചുള്ള പണവും പോയി. ആ പണം അങ്ങനെ വിട്ടുകളയാൻ പാടില്ല. ആകെയുള്ള സമ്പാദ്യം അതാ പെണ്ണിന് കൊടുത്തില്ലെങ്കിലും നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഹീറോ വെള്ളത്തിലേക്ക് ചാടാൻ നിൽക്കുന്നു. ചേട്ടൻ വേണ്ടാന്ന് പറയും. ഒരുപാട് തണുത്ത വെള്ളമെന്ന് പറയും. തണുത്ത വെള്ളത്തിൽ ഇറങ്ങി എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നും പറഞ്ഞ് ഇവൻ യേശുക്രിസ്തുവിനെ പോലെ കൈകളും വിരിച്ചു പിടിച്ച് വെള്ളത്തിലേക്ക് ചാടുകയാണ്. പക്ഷെ അടുത്ത സെക്കൻഡ് പൊന്തി വന്നിട്ട് എന്നെ പൊക്കിയെടുക്കടാ, എന്നെ കൊണ്ട് പറ്റില്ല, വിറച്ച് ചാവണേ എന്നും പറഞ്ഞ് കാറി കൂവി എങ്ങനെയൊക്കെയോ ചേട്ടൻ പൊക്കിയെടുത്ത് അവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ കാറി രണ്ടുപേരും തിരിച്ച് ഹീറോയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പണം പോയത് പോട്ടെ, നമുക്കത് എന്തെങ്കിലും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം, വേറെ വഴി നോക്കാം, നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ വഴി കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് ചേട്ടൻ അനിയനെ പറഞ്ഞു വിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി. അനിയൻ വീടിനകത്തേക്ക് വരുന്നു. മോനൊക്കെ കിടക്കുന്ന കണ്ട് സൈലന്റായി ചെന്ന് കിടക്കാൻ നിൽക്കുമ്പോഴാണ് ഭാര്യ ഒളിച്ചും പാത്തും അവളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാണും. എന്തു പറ്റി നാറ്റ്സ്, നീ ഇവിടെ എന്താ കാണിക്കുന്നത്? അപ്പൊ ഭാര്യ തിരിഞ്ഞിട്ട് ഞാനൊന്നും കാണിക്കുന്നില്ല, നിനക്കെന്താ പറ്റിയത്? മുഖമൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലോ. ഹീറോ പറയും, ഞാൻ മൗണ്ടെയിൻ ബൈക്കിൽ നിന്ന് വീണതാ, ഞാനും ജോർജും കൂടെ ഒരു അഡ്വഞ്ചറിന് പോയിരുന്നു, ബൈക്കിൽ നിന്ന് തെറിച്ച് വീണതാ. എന്തായാലും അത് പോട്ടെ, നിന്നെ കാണാൻ നല്ല തിളക്കമുണ്ടല്ലോ, എന്താ പെട്ടെന്നൊരു മാറ്റം, പ്രത്യേക ഭംഗി, സംതിങ് ഈസ് ഡിഫറെന്റ്, നല്ല രസമുണ്ട് നിന്നെ കാണാൻ. ഇതും പറഞ്ഞ് ഹീറോ മെല്ലെ ഭാര്യ ട്യൂൺ ചെയ്യാൻ നോക്കുകയാണ്. അതവൾക്ക് മനസ്സിലായി. അവള് പറയും, ഞാൻ നല്ല മൂഡിലല്ല, എനിക്ക് ഇന്ന് ലേശം ടയേർഡുണ്ട്, കിടക്കണം, ഇപ്രാവശ്യം വേണ്ട, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് അവള് മാറിപ്പൊക്കളെ. ആദ്യം ഇവൻ അവോയ്ഡ് ചെയ്തതല്ലേ, ഇപ്പൊ അവൾ അവോയ്ഡ് ചെയ്യുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ താടി മുട്ട അയാളെ ബോഡി ഒരു ബീച്ച് ഗൈഡിന് കിട്ടുന്നുണ്ട്. പുള്ളിക്കാരനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോഴാണ് ആ ബാഗ് നിറച്ചുള്ള പണം ഗൈഡ് കാണുന്നത്. സോ ഈ ബോഡി അവിടെ തന്നെ ഇട്ടിട്ട് ഗൈഡ് ആ പണം മാത്രം അടിച്ചു മാറ്റാൻ നോക്കും. ഇതവൻ സേഫിലെടുത്ത് വെക്കുമ്പോഴാണ് ആരോ ഒരാൾ എമർജൻസി തോക്ക് ഉപയോഗിച്ച് ഇവനെ ഷൂട്ട് ചെയ്യുന്നു. നോക്കുമ്പോൾ മുട്ട ചത്തിട്ടില്ല, അയാൾക്ക് ജീവനുണ്ട്. പുള്ളി ആ പണവും എടുത്ത് ഈ ഗൈഡിന്റെ ഒരു സ്കൂട്ടറും അടിച്ചു മാറ്റി അവിടുന്ന് എസ്കേപ്പ് ആവും. ഈ സമയത്താണ് ഹീറോയുടെ ചേട്ടൻ വിളിക്കുന്നത്. നമുക്ക് ലീഗലായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാം, പേടിക്കാതെ, ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ ഈ കുഴപ്പത്തിനൊരു പരിഹാരം കാണാം, നീ ഇന്ന സ്ഥലത്തേക്ക് വായോ എന്ന് പറഞ്ഞ് ചേട്ടൻ വിളിക്കും. ഒരു ബാറിലേക്കാണ് ഹീറോ ചെല്ലുന്നത്. അവിടെ ഒരു ലോയറുണ്ട്, ബെസ്റ്റ് ലോയറാ. പുള്ളിക്കാരൻ പറയും, ആ പെണ്ണ് ചെയ്തിരിക്കുന്ന എക്സ്റ്റോഷനാണ്, തൻ്റെ കൂടെ സന്തോഷത്തോടെ ഇരുന്നിട്ട് ഇപ്പോൾ പണത്തിന് വേണ്ടി തന്നെ ഭീഷണിപ്പെടുത്തുന്നു. അത് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നമ്മുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ ഒരു റെസ്ട്രെയിനിങ് ഓർഡർ വാങ്ങിക്കാം, പിന്നെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവൾ അയച്ച മെസ്സേജോ നിങ്ങൾ തമ്മി സംസാരിച്ച റെക്കോർഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹീറോയോട് വക്കീൽ തരാൻ പറയും. ഹീറോ എൻ്റെ കയ്യിലൊരു വീഡിയോ ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ ലേഡി അയച്ചു കൊടുത്ത വീഡിയോ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് ചേട്ടൻ പറയും, നീ ആള് കൊള്ളാലോ, പൈലറ്റ് ബോളിന് പുറത്തിരുന്ന് ഇങ്ങനെ ഒരു പരിപാടി അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എങ്ങനെയുണ്ടടാ കുട്ട? അനിയൻ മിണ്ടാതിരി ഡോവി, ഞാൻ തന്നെ ടെൻഷനിലാണെന്ന് പറയും. ഇതെല്ലാം കണ്ടിട്ട് വക്കീൽ നമ്മൾ ഈ വീഡിയോയും ആ ലേഡി അയച്ച മെസ്സേജും ചേർത്ത് ഒരു റെസ്ട്രെയിനിങ് ഓർഡർ ഫയൽ ചെയ്യാം. അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അടയാളമായി എന്തെങ്കിലും കാര്യങ്ങൾ അവൾ ലീക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവൾക്ക് രക്ഷയില്ല, അവൾ ജയിലിൽ പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ എന്ന് പറയുമ്പോൾ ഹീറോ ഓക്കെ ആണെന്ന് പറയുന്നു. ഇവരൊരു റെസ്ട്രെയിനിങ് ഓർഡർ ഫയൽ ചെയ്യുന്നു. എന്നിട്ട് ഹീറോ നേരെ ചെന്ന് ആ ട്രെയിനർ ലേഡിയെ കാണുകയാണ്. എന്നെ കൺവിൻസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, പണം ഉറപ്പായിട്ടും വേണമെന്ന് ആ ലേഡി പറയും. അപ്പൊ ഹീറോ, ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന കാര്യങ്ങൾ നീ ലീക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണേ മോള് ജയിലിൽ പോകും, അത് ഇല്ലീഗലാണ്.
ഇനി എന്താന്ന് വെച്ചാ നീ ചെയ്തോ മേരി. ഉടനെ ഈ പെണ്ണ് മോങ്ങി കരയാൻ തുടങ്ങും. എനിക്ക് ജയിലിലൊന്നും പോണ്ട, ഞാൻ ജയിലിൽ കിടന്ന് ചാവുന്നതാണോ നീ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് നിന്നെ മറക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, എനിക്ക് നിന്നെ വേണം. ഹീറോ പറയും ആദ്യം ആ വീഡിയോ ഡിലീറ്റ് ആക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ആ പെണ്ണ് പറയാണ് അതങ്ങനെ ഡിലീറ്റ് ആക്കാനൊന്നും പറ്റില്ല, അത് ക്ലൗഡിൽ കിടക്കാണ്, ക്ലൗഡിലുള്ള സാധനം എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? എനിക്കറിയാതെ ഡിലീറ്റ് ചെയ്യാൻ, ഇങ്ങോട്ട് തായോ എന്ന് പറഞ്ഞിട്ട് ഹീറോ ഫോൺ ചോദിക്കുന്നുണ്ട്. ഇവള് ഫോൺ കൊടുക്കാതെ നമ്മൾ തമ്മിലുള്ള ബന്ധമെല്ലാം നീ മറന്നുപോയോ, നീ എന്നിപ്പോൾ ചതിക്കുകയാണോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അവൻ്റെ ചെവിക്കകത്തൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ചെക്കൻ പെണ്ണിനെ തള്ളി മാറ്റും. എന്നിട്ട് ആ ഫോൺ തട്ടിപ്പറിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് നിന്നെ ഞാൻ വിടില്ലടാന്ന് പറഞ്ഞ് ഈ പെണ്ണ് ഹീറോയുടെ പുറത്ത് കയറി കവിള് താഞ്ഞു കടിക്കുന്നു. ആ സമയത്താണ് ഒരു ക്ലൈന്റ് വരിക. സോറി മാഡം, നിങ്ങൾ തിരക്കിലായിരുന്നു. തിരക്കൊന്നുമില്ല, എന്റെ പരിശീലനം കഴിഞ്ഞു, എനിക്ക് വേണ്ട ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞു, ഇനി ഞാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, തന്റെ ട്രെയിനിങ് എടുത്തോ, ഞാൻ ഇറങ്ങി പോവാണെന്നും പറഞ്ഞ് ഇവൻ ഇറങ്ങി വരും. അപ്പൊ ചേട്ടൻ ചോദിക്കുക ശരിക്കും അവളതിനെ കടിച്ചോടാന്ന്. അവൻ അതേന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഗേൾഫ്രണ്ട് ഇല്ലാതെ പോയല്ലോ, എന്തായാലും ഇപ്പൊ കാര്യങ്ങൾ ഓക്കെ ആയില്ലേ, വാ നമുക്ക് പോകാമെന്ന് പറയും. അനിയൻ ചേട്ടനോട് നന്ദി പറയുന്നു. നീ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമായത്, നീ എന്നെ രക്ഷപ്പെടുത്തി, ശരി പോവാന്നും പറഞ്ഞ് ഇവരവിടുന്ന് ഇറങ്ങാണ്. ഈ സമയത്ത് രക്ഷപ്പെട്ട മുട്ട ഒരു തുപ്പാക്കിയായിട്ട് വരുന്നുണ്ട്. ഹീറോ കുഴപ്പങ്ങളെല്ലാം ശരിയായെന്ന് വിചാരിച്ചിട്ട് പുതിയൊരു സ്റ്റേജിൽ വന്ന് പുതിയ കുറെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാവും. അപ്പോഴാണ് ചെക്കൻ അറിയാതെ ഗാലറി പിക്ചേഴ്സ് മാറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പെണ്ണയച്ച വീഡിയോ വരിക. സദസ്യമുള്ള എല്ലാവരും ആ വീഡിയോ കണ്ടു. പലരും മൊബൈലിൽ റെക്കോർഡും ചെയ്യും. ഇവനാണെങ്കിൽ ചാടി ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നില്ല, കൈയും കാലും പതറിപ്പോയി. അധികം വൈകാതെ ചേട്ടന്റെ വീഡിയോ നാട് മുഴുവൻ ലീക്കായി. ഓഫീസിൽ നിന്നൊക്കെ കോള് വരുന്നുണ്ട്. ഒരുപാട് ക്ലയന്റുമാര് അവരുടെ പ്ലാൻ എല്ലാം പിൻവലിച്ചു. നീ എന്ത് പരിപാടികളാണ് കാണിച്ചത്, ഈ കമ്പനി തന്നെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് ബോസ് വിളിച്ച് ഹീറോയെ തെറി പറയുന്നു. ഹീറോ ആണെങ്കിൽ ഓടി വീട്ടിലേക്ക് വരികയാണ്. ഭാര്യ ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കൺവിൻസ് ചെയ്യണ്ടേ. വീട്ടിലേക്ക് വരുമ്പോ ഹൂ ഹീ എന്നൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് ഒരു മുറിക്കകത്തുനിന്ന്. എന്തോ അപകടം പറ്റിയതാണെന്ന് വിചാരിച്ചിട്ട് ഹീറോ കതക് ചവിട്ടി തുറന്നു നോക്കുമ്പം ഒരു ബോഡി കിടക്കുന്നു. അതും ഏതൊരു സിനിമാ നടന്റെ. ഇത് അന്റോണിയോ ബന്ദരേസ് അല്ലേ? അയാളുടെ ഡമ്മി മേടിച്ചു വെച്ച് അതുമായിട്ടാണോ നീ നിന്റെ കലാകായിക നടത്തുന്നത്? അവള് പറയും അതേന്ന്. എന്തുകൊണ്ടാ അങ്ങനെ? ഞാനില്ലായിരുന്നു ഇവിടെ. അപ്പൊ ഭാര്യ ജസ്റ്റിൻ, താനും ഞാനും തമ്മിലുള്ള ഇന്റിമസി എപ്പോഴേ കുറഞ്ഞു. ഇപ്പൊ എനിക്ക് ഇന്റിമസി ഉള്ളത് ഈ ഡമ്മി ആയിട്ടാണ്. എന്നെ നീ വകവെച്ചിട്ടേ ഇല്ല, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹീറോ പറയും ഞാൻ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു നെറ്റാലിയ, നിനക്ക് വേണ്ടി ഞാൻ എല്ലാം മാറ്റിവെച്ചു, ഇനി പുതിയൊരു നല്ല ഭർത്താവായിരിക്കും ഞാൻ. ഇതുവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഭാര്യയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടാവും. ഇവൻ എടുക്കല്ലേ നോക്കല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവളെടുത്ത് നോക്കും. അതിനകത്ത് ട്രെയിനറും അവളെ ഭർത്താവും കൂടെ ബോൾ ഉരുട്ടി കളിക്കുന്നു. തീർന്നില്ല പണി. എനിക്കറിയായിരുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന്. ഇനി നിന്നോട് എനിക്ക് സംസാരിക്കാനില്ല, ഇറങ്ങിപ്പോക്കോ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ. ഹീറോ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നെ അനുവദിക്കും. എനിക്കൊന്നും കേൾക്കണ്ട, ഇറങ്ങിപ്പോടാന്നും പറഞ്ഞ് ആ അന്റോണിയോയുടെ ഉപകരണം എടുത്തിട്ട് ഇവന്റെ മോന്തയിലേക്ക് വലിച്ചെറിയും. അന്റോണിയോ മിണ്ടാതെ കിടപ്പുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാണിച്ചോ, എന്റെ ജോലി സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് വിഷമിച്ച് ഇറങ്ങി വരുവാണ്. ആ സമയത്താണ് ചേട്ടൻ വരിക. ജസ്റ്റിൻ, നിനക്ക് എന്താ പറ്റിയത്? ഇതെങ്ങനെയാണ് നിന്റെ വീഡിയോ ലീക്കായത്, എല്ലാവരും അറിഞ്ഞത്? എവിടുന്നാ പറ്റിയത്? എന്റെ പൊന്നെ, നിനക്ക് അബദ്ധം പറ്റിയല്ലേ? കുഴപ്പമില്ല, പേടിക്കാതെ, നമുക്കിത് സോർട്ട് ഔട്ട് ചെയ്യാം. ഇതാരെങ്കിലും ഗ്രാഫിക്സിൽ ചെയ്താണെന്ന് പറഞ്ഞ് പുതിയ വീഡിയോ ഇറക്കി ആൾക്കാരെ പറ്റിക്കാം. നീ സമ്മതിച്ചു കൊടുക്കല്ലേ? പിടിച്ചേക്കെന്ന് പറയുമ്പോൾ ഹീറോ ദേഷ്യപ്പെട്ട് കാറിൽ നിന്നിറങ്ങി. നീയാണോടാ എല്ലാത്തിനും കാരണം. ഒരു ചെറിയ സഹായം ഞാൻ ചോദിച്ചുള്ളൂ. ഏതോ ഒരു പെണ്ണിനെ കൊല്ലുകയും ചെയ്തു. വഴി പോയ എല്ലാ കച്ചറ എന്റെ തലയിലോട്ട്. ഇപ്പൊ അവസാനം നാട് മുഴുവൻ ഞാനൊരു നാറിയായി മാറി. നീ കാരണം എല്ലാം സംഭവിച്ചു. മേലിൽ എനിക്ക് നിന്നെ കാണണ്ട. അതുമാത്രമല്ല, അവനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ വെറുതെയല്ല അച്ഛൻ നിന്നെ ഇഷ്ടപ്പെടാതിരുന്ന് വെറുത്തത് എന്നും കൂടെ പറഞ്ഞിട്ട് ഹീറോ അവിടുന്ന് കാറെടുത്തോണ്ട് പോകും. ചേട്ടച്ചാരാണെങ്കിൽ മനസ്സെല്ലാം വെന്തുടഞ്ഞ് തിരിച്ച് തന്റെ ഗ്യാരേജിലേക്ക് വരാണ്. അപ്പോഴാണ് ഈ മുട്ടത്താടിയുടെ ഇൻട്രൊഡക്ഷൻ. അവൻ ഈ ഗ്യാരേജും കണ്ടുപിടിച്ച് വന്ന് ചടപടയെന്നും പറഞ്ഞ് ചേട്ടച്ചാരെ ചുട്ടു വീഴ്ത്തി. ആ മുടിയൻ മക്രോണി അവിടെ ഉണ്ടാവും. അവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞ് എത്തി നോക്കിയിട്ട് അപ്പൊ മുട്ട ഇവന്റെ സഹോദരനില്ലേ, അവന്റെ അടുത്തുകൂടെ എന്നെ കൊണ്ടുപോ എന്ന് അയാളോട് പറയുന്നുണ്ടാവും. അഡ്രസ്സ് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഹീറോ അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞിട്ട് പറയും, അമ്മേ, എനിക്ക് വലിയ തെറ്റുകൾ പറ്റിപ്പോയി. ഞാൻ നറ്റാലിയെ ചീറ്റ് ചെയ്തു. മാത്രമല്ല എൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിപ്പുണ്ട്. ദയവ് ചെയ്ത് അമ്മ അത് കാണരുത്. എന്നെ പെറ്റിട്ടുണ്ടെങ്കിൽ അത് കാണരുത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പൊ അമ്മ, നിനക്ക് ഇപ്പോഴല്ല തെറ്റ് പറ്റുന്ന, ചെറുപ്പത്തിൽ ആ കാർ ആക്സിഡന്റ് ആക്കി അന്നു മുതൽ നിനക്ക് പല തെറ്റും പറ്റുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്നും കണ്ടില്ലെന്ന് വെക്കുന്ന. അപ്പൊ ഹീറോ, ആ കാർ ആക്സിഡന്റ് ആക്കിയത് ഞാനല്ല അമ്മേ, ഡോവിയാണ്, ചേട്ടനാണ്. അതിനല്ല അവൻ ജയിലിൽ പോയത്. അത് കേട്ടിട്ട് അമ്മ പറയും, അല്ല, അവനല്ല ആ കാർ ഓടിച്ചത്, നിനക്ക് ഓർമ്മയില്ലേ? നീയാണ് ആ കാർ ഓടിച്ചത്. ആ ചെറുപ്രായത്തിൽ ഏതോ കൂട്ടുകാരൻ തന്ന ട്രക്കും വലിച്ചു കയറ്റി നീയാണ് കാർ ഇടിച്ചത്. പക്ഷെ ചേട്ടന് നിന്നെ വിട്ടുകൊടുക്കാൻ കഴിഞ്ഞില്ല. അവൻ കാറിൽ നിന്ന് നിന്നെ പുറത്തേക്ക് വലിച്ചിട്ടിട്ട് കാറിൽ കയറിയിരുന്ന് ആ കുറ്റം സ്വന്തം തലയിൽ ഏറ്റെടുക്കുകയായിരുന്നു. കാരണം നിന്റെ മേൽ ഒരു മോശം കുറ്റം വരാതിരിക്കാനായി. നാട്ടിലും വീട്ടിലും നീ നല്ല കുട്ടിയാണല്ലോ, അവനല്ലേ മോശക്കാരൻ, അത് അവന്റെ കൂടെ പോകട്ടെ എന്ന് വെച്ചിട്ടാണ് അവൻ അങ്ങനെ ചെയ്ത്. അത് കേട്ട് ഹീറോ കരയും. അവൻ എന്തിനങ്ങനെ ചെയ്തു? എന്തിനു വേണ്ടി? എത്രയോ കാലം അവൻ ജയിലിൽ കിടന്നല്ലോ ആ കുറ്റത്തിന്.
ഞാൻ എല്ലാം നശിപ്പിച്ചു അമ്മേ. എല്ലാവരോടും ഞാൻ തെറ്റ് ചെയ്തു. അച്ഛൻ എത്ര വലിയ മനുഷ്യനാ, അയാളുടെ പേര് ഞാൻ ഇല്ലാതാക്കി. അത് കേട്ട് അമ്മ പറയും, നിന്റെ അപ്പൻ അത്ര വലിയ ഹീറോ ആണെന്നാണോ നിന്റെ വിചാരം? അത് നാട്ടുകാർക്ക്. മോൻ വിശ്വസിക്ക്, നിന്റെ അപ്പനുണ്ടായിരുന്ന ഒരുപാട് കുറവുകൾ. 1-2 അല്ല പെണ്ണുങ്ങളായിട്ടുള്ള ബന്ധം, ഒരു വരി പെണ്ണുങ്ങളായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ക്ഷമിച്ചതാ. അതിലെനിക്ക് ഇഷ്ടപ്പെടാത്ത അവളാണ് ആ സ്ലെസഞ്ചർ. അവൾ ഇതേ ഓൾഡ് ഏജ് ഹോമിലുണ്ട്. എന്നെ കാണുമ്പോൾ ഇളിക്കുന്നുണ്ട്. ഞാൻ അവൾ എന്തായാലും കൊല്ലും. പക്ഷെ നീ പേടിക്കണ്ട, അപ്പം മരിച്ചിട്ട് ഇപ്പോൾ 25 വർഷമായല്ലോ. അപ്പനേക്കാളും കുറവ് ബന്ധങ്ങളെ നിനക്കുള്ളൂ. മനുഷ്യരല്ലേ, എല്ലാവർക്കും ചില തെറ്റുകൾ പറ്റും. അച്ഛന് ഓൾറെഡി നീ ബഹുമാനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു, നമ്മുടെ കുടുംബത്തിനും ഉണ്ടാക്കി കഴിഞ്ഞു. നീ വിഷമിക്കാതെ തിരിച്ചു പോ, എല്ലാം നല്ലത് നടക്കുമെന്ന് പറയാം അമ്മ. ഈ സമയത്ത് മൊട്ട ആ തങ്കുവാനെയും വിളിച്ചിട്ട് ഹീറോയുടെ വീടിനരികിലേക്ക് എത്തി. അവൻ ഒരുപാട് സംസാരിക്കുന്നതുകൊണ്ട് അവന്റെ വായും കെട്ടി ട്രക്കിനകത്തിട്ട് പൂട്ടിയിട്ട് ഒരു ഗണ്ണുമായി ഈ മൊട്ട ഹീറോനെ ആക്രമിക്കാൻ വേണ്ടി ആ വീടിന് തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുന്നു. ഈ സമയത്താണ് ചേട്ടൻ അന്വേഷിച്ച് ഹീറോ വരുന്നത്. ചേട്ടനാണെങ്കിൽ വെടികൊണ്ട് കിടക്കാവോ. ഓടി വന്ന് നീ ചത്തുപോയോടാ ചേട്ടാന്നും പറഞ്ഞ് കരയുമ്പോൾ ചേട്ടൻ ജീവൻ വെച്ച് എഴുന്നേൽക്കും. നീ ഇനിയും ചത്തില്ലേടാ, എന്തിനാ ഞാൻ ചെയ്ത കുറ്റം നീ ഏറ്റെടുത്തത്, എന്തിനാ നീ ജയിലിൽ പോയത്? അത് കേട്ട് ചേട്ടൻ പറയും, നീ എൻ്റെ സഹോദരനല്ലേ, കൊച്ചനിയൻ, നിനക്കൊരു ആപത്ത് വരുമ്പോൾ ഞാനല്ലേ സഹായിക്കേണ്ടത്, ഞാൻ ചേട്ടനല്ലടാ. വെടി കൊണ്ടിട്ട് എന്താടാ നീ ചാവാത്തതെന്ന് ചോദിക്കുമ്പോഴാണ് ചേട്ടൻ എപ്പോഴും ഇടുന്ന ആ ബുള്ളറ്റ് വെസ്റ്റ് കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ വെറുതെ അല്ല ഇതിട്ട് നടക്കുന്നത്, എനിക്കറിയാം എന്നെ കൊല്ലം കുറേ പേര് നടക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ ആ മൊട്ട നിന്നെ അന്വേഷിച്ച് നിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, നമുക്കവനെ തടയണമെന്ന് പറഞ്ഞ് ഇവരും വീട്ടിലേക്ക് ഓടി വരുന്നു. ആ സമയത്ത് ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ട് കുറെ പോപ്കോണും വാരി തിന്നിട്ട് ഭർത്താവിനോടുള്ള വെറുപ്പ് ഏതോ കൂട്ടുകാരിയോടും പറഞ്ഞ് ആ വൃത്തികെട്ടവനെ കാട്ടിലും എത്രയോ ഭേദമാണ് നീ, എന്നെ ഒരിക്കലും നീ വിഷമിപ്പിക്കില്ല, ഇനി എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അന്റോണിയെ തൊട്ട് സ്നേഹിക്കുമ്പോഴാണ് ഒരു ചുവന്ന പുള്ളി അന്റോണിയുടെ മണ്ടയ്ക്ക് വരുന്നത്. ഇതെന്താടാ സംഭവിക്കണേ എന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും വെടി പൊട്ടി ആ മണ്ട തെറിച്ച് പീസായി. നമ്മുടെ മൊട്ട സ്നൈപ്പർ വെച്ച് അടിച്ചാണ്. പുള്ളിക്കാരൻ അയാളുടെ ബോസിനെ വിളിച്ചിട്ട് പറയും, അങ്ങനെ ജസ്റ്റിസ് സെർവായി ബോസ്, നമുക്ക് നീതി കിട്ടി, ഞാൻ അവരെ കൊന്നുകളഞ്ഞു. ഇതും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കാർ നിർത്തി ഇവൻ കൊന്ന 2 പേരും വീട്ടിലേക്ക് തിരിച്ചോടുന്നു. ഇതെന്താടാ പറ്റിയത്, കൊന്നവരെ വീണ്ടും കൊല്ലണോ? വീട്ടിലിടാ, ഞാൻ വീണ്ടും കൊല്ലുന്നും പറഞ്ഞ് ഇവൻ തോക്കുമെടുത്ത് ഇവരെ വീടിന് മുന്നിലേക്ക് ചാടിയിട്ട് 2 പേരും ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ചേട്ടനനിയന്മാരെ ഇവരൊരു ഭാഗത്തേക്ക് പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് വെടിയൊച്ച കേട്ടിട്ട് ഭാര്യ പേടിച്ച് പോലീസിനെ വിളിക്കും. അപ്പോഴാണ് ചേട്ടൻ ആ കില്ലറെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അനിയനോട് എന്തെങ്കിലും ചെയ്യാൻ പറയാം. ഈ മണ്ടൻ ഒരു പാത്രം എടുത്ത് അവന് നേരെ വലിച്ചെറിയും, പട്ടികളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പോലെ. അപ്പൊ കില്ലർ ചിരിക്കുക. ഉടനെ ചേട്ടച്ചാർക്ക് എവിടുന്നോ കിട്ടിയ തോക്കെടുത്ത് അവൻ ഈ കില്ലറെ നേരെ ചാടി വീഴും. കില്ലറെ ഒരു ഉണ്ടയും കൊണ്ടിട്ട് ആള് നിലത്തേക്ക് വീഴാണ്. അത് ഹീറോയ്ക്ക് കൊടുത്ത ചാൻസ് ആയിരുന്നു. മൊട്ട ചേട്ടനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഹീറോ മാറി ചെന്നൊരു പാത്രം എടുത്ത് മൊട്ടയുടെ മണ്ടയ്ക്കടിച്ച് അവനെ തെറിപ്പിച്ചിടും. എന്നിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ശരീരം കുറേ ആയിട്ട് കിടന്ന് ഇളകുകയല്ലേ. അണ്ണനിപ്പോൾ ഡയമണ്ട് സ്റ്റാറ്റസ് റീച്ച് ചെയ്തു. അതിന്റെ സന്തോഷത്തിൽ നിൽക്കവേ മൊട്ട കത്തി ഹീറോയുടെ കാലിലേക്ക് കുത്തിയിറക്കും. എന്നിട്ട് തോക്കെടുത്തോണ്ട് വന്ന് അവന്റെ തലക്കിട്ട് പൊട്ടിക്കാൻ നോക്കുമ്പോഴാണ് ഭാര്യ അന്റോണിയോയുടെ ബോഡി ഈ കില്ലറെ മണ്ടയിലേക്ക് ഇടുന്നു. താണെങ്കിൽ നല്ല കനമുണ്ടെന്ന് തോന്നുന്നു, പോരാത്തതിന് എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അതെല്ലാം കുത്തി മൊട്ടയ്ക്ക് അനങ്ങാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഹീറോ അവന്റെ തോക്ക് തട്ടിപ്പറിച്ച് തിരിച്ചവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളെ. എന്നിട്ട് ചേട്ടൻ എന്താ പറ്റിയെന്ന് നോക്കാൻ വരുമ്പോഴാണ് ഭാര്യ പോലീസിനെ വിളിച്ചിട്ട് അവിടെ നിൽക്കുക. ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്കറിയാൻ പാടില്ല, ഒരുപാട് രക്തമുണ്ടെന്നും പറഞ്ഞ് ഇവൻ നിലത്തേക്ക് ബോധം കെട്ട് വീഴുന്നു. പിന്നീട് കണ്ണ് തുറക്കുമ്പോൾ ഭാര്യ അടുത്തുണ്ടാവും. അവൻ എൻ്റെ ചേട്ടൻ എവിടെ ചത്തോന്നാണ് ആദ്യം ചോദിക്കുക. ഇല്ല, ചേട്ടന് നിന്റെ അത്രയും കുഴപ്പമില്ല, അവൻ അപ്പുറത്തെ വാർഡിലുണ്ടെന്ന് പറയും ഭാര്യ. അത് കഴിഞ്ഞ് ഹീറോ ഭാര്യയോട്, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി, എന്നോട് ക്ഷമിക്ക് നറ്റി, നിന്നെയും പിള്ളേരെയും എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല, നഷ്ടപ്പെടുത്താൻ കഴിയില്ല, ഒരു അസുലഭ മുഹൂർത്തത്തിൽ സംഭവിച്ചു പോയതാണ്, എന്നോട് മാപ്പാക്ക്. അപ്പോൾ ഭാര്യ പറയും, എൻ്റെ ജീവിതം മൊത്തം ഞാൻ നിനക്ക് വേണ്ടിയും നിന്റെ ടീം ഡയമണ്ടിന് വേണ്ടിയും ചെലവാക്കി ഒന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലായി. ഇപ്പം ഞാൻ റിസൈൻ ചെയ്യാം, നിന്റെ ടീമിൽ ഇനി ഞാനില്ല, കുറച്ചു കാലത്തേക്ക് എനിക്കൊരു സ്പേസ് വേണം. എത്ര നാൾ വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, എന്തായാലും ഇപ്പം ഞാൻ റിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ തമ്മിൽ കുറച്ചു കാലം സെപ്പറേറ്റ് ആവാം എന്ന രീതിക്ക് ഭാര്യ ഹീറോയോട് പറയുന്നു. ഈ സമയത്താണ് ദാവൂദ് ഇബ്രാഹിം അവൻ്റെ അടിയാളെ അന്വേഷിച്ച് ഹീറോയുടെ വീടിന് മുന്നിലേക്ക് എത്തുക. അവിടുത്തെ ട്രക്ക് തുറന്നു നോക്കുമ്പോൾ കടുവൻ അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. അവൻ ജീവനും കൊണ്ട് കെട്ടിയ കെട്ടും കൊണ്ട് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങും. അപ്പോഴാണ് മാഫിയക്കാരൻ ബാഗ് നിറച്ചും കെട്ടുകെട്ടിനെ പണം കാണുന്നത്. പിന്നെ പുള്ളിക്കാരനൊന്നും നോക്കില്ല, അടിക്കാരൻ കിട്ടിയാൽ എന്താ ഇല്ലെങ്കിൽ എന്താ, പണം എടുത്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി. ഈ മൊട്ട മരിച്ചു പോയല്ലോ. പുള്ളിയെ പോലീസുകാരെന്താ വിചാരിക്കാന്ന് വെച്ചാൽ മൊട്ടയാണ് ബ്ലൂ ബീനി ഗ്യാങ്ങിൽപ്പെട്ട ആള്. അതായത് അവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ അയൽവാസികളായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ ആളില്ലാ സമയത്ത് കയറി അറ്റാക്ക് ചെയ്ത് പണം എടുത്തുകൊണ്ട് പോകുന്ന ബ്ലൂ ബീനിയിൽപ്പെട്ട ആള് അത് ഇവനാണെന്നാണ് പോലീസും നാട്ടുകാരും വിചാരിക്കുക. സത്യത്തിൽ നമ്മുടെ ഹീറോയുടെ ചേട്ടനായിരുന്നു. ഇനിയെങ്കിലും അവർ ആ തൊഴിൽ നിർത്തുമെന്ന് നോക്കാം. ഇപ്പം എന്തായാലും ഹീറോ ഒരു ലോക്കൽ ഹീറോ ആണ്. അവിടുത്തെ തൻ്റെ കുടുംബത്തെ ഒരു കില്ലറിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ.
അയാളുമായിട്ട് ഫൈറ്റ് ചെയ്തില്ലേ, അതുകൊണ്ട് ലോക്കൽ ഹീറോ ആയി. ടി വിക്കാരൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഞാൻ ഒരുപാട് സാഹസം കാണിച്ചിട്ടാണ് രക്ഷപ്പെട്ടത്, ഞാൻ ടീം ഡയമണ്ടിൽപ്പെട്ട ആളാണ്, എന്നെ സഹായിക്കാൻ എൻ്റെ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവൻ ചാനലുകാരോട് പറയുന്നു. ഇവനെ വിളിച്ച് ചീത്ത പറഞ്ഞ ബോസ് നേരിട്ട് വന്ന് ബ്ലൂം ഹെൽത്ത് കെയറിന്റെ അവാർഡ് ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഹീറോ ടോപ്പ് സ്റ്റാറായി. സീൻ കട്ട് ചെയ്താൽ കാലത്ത് പിള്ളേരെ വിളിക്കാൻ, സ്കൂളിൽ കൊണ്ടുപോയാക്കാൻ വേണ്ടി പിള്ളേരെ വിളിക്കാൻ ഹീറോ അവന്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെ ഭാര്യ മാത്രമേ ഉള്ളൂ. പുള്ളിപ്പെട്ട ആർപ്പായൊക്കെ കെട്ടി റോട്ടിലാണ് കിടപ്പ്. മിക്കവാറും എനിക്കും ഉണ്ടാവും അവസ്ഥ. ഇപ്പൊ പഴയ പോലെയല്ല, ചേട്ടനെ തന്റെ കൂടെ തന്നെ കൂട്ടിയിട്ടുണ്ട്, ഒഴിവാക്കുന്നൊന്നുമില്ല. അവർ നല്ല ടീമായി. പക്ഷെ മറ്റൊരു പണി കിട്ടും. ഏതോ ഒരു ക്ലയന്റ് തന്റെ കയ്യിലുള്ള ഒരുപാട് പണം ഹീറോയുടെ ഇൻഷുറൻസ് പോളിസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തും. ഹീറോ പോളിസി എല്ലാം പറയുന്നത് കേട്ടിട്ട്, എന്റെ കുടുംബ സ്വത്താണ്, ഇത് മുഴുവൻ എന്റെ ഫാമിലിക്ക് വേണ്ടി നിങ്ങളുടെ പോളിസിയിൽ ഇടണം എന്ന് പറഞ്ഞ് ഇയാൾ ആ ബാഗ് എടുത്തു കൊടുക്കുന്നു. ബാഗ് തൊട്ട് നോക്കുമ്പോൾ പഴയ നനവ് പോലും മാറിയിട്ടില്ല. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിഷ്കളങ്കമായ പ്ലിഞ്ഞ അവന്റെ മുഖവും കാണിച്ചിട്ട് അവിടുന്ന് ദ ഷേക്ക് ഡൗൺ എന്ന സിനിമ അവസാനിക്കുന്നു. അതാണ് കേട്ടോ പടത്തിന്റെ പേര്, പറയാൻ വിട്ടുപോയി. കാര്യമില്ല. എന്തായാലും അടുത്തൊരു അടിപൊളി ഹൊറർ സിനിമയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ലൈക്ക് ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു അടിപൊളി സിനിമയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമസ്.